അൻവറിനെ തള്ളി ഡിഎംകെ. അൻവറിനെ ഒപ്പം കൂട്ടില്ല. കേരളത്തിലെ സഖ്യകക്ഷിയായ സിപിഎമ്മുമായി ബന്ധമില്ലാത്ത ഒരു പാർട്ടിയുമായി ഒത്തുപോകാനാകില്ല എന്ന് ഡിഎംകെ വക്താവ് TKS ഇളങ്കോവൻ ന്യൂസ് 18നോട് പറഞ്ഞു. You know, the party, DMK, CPIM is in alliance with us. So we can't speak to another party which is not in alliance with the CPIM in Kerala. And if he is, I think he was taken action by the CPIM. So when our alliance partners have taken action against one MLA, how can we take him? That is the thing. Today he was, in the evening he was busy, in the morning he might have met him. An MLA coming and meeting is different. But alliance is a different thing. അതിനിടെ പുതിയ സംഘടന ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ PV അൻവർ. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയുടെ പ്രഖ്യാപനം ശക്തി പ്രകടനമാക്കി മാറ്റാനുള്ള നീക്കത്തിലാണ് അൻവറും ഒപ്പമുള്ളവരും. 5 മണിക്ക് മഞ്ചേരിയിൽ നടക്കുന്ന സമ്മേളന വേദിയിൽ പലരെയും പ്രതീക്ഷിക്കാമെന്നും PV അൻവർ പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടിയായി പ്രഖ്യാപിക്കാനുള്ള ടെക്നിക്കലായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അത് നിയമവിദഗ്ധരുമായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ ഞാൻ ഉയർത്തിയ ഈ വിഷയം, നാട് അഭിമുഖീകരിക്കുന്ന ഈ പ്രതിസന്ധികൾ, അതുപോലെ നമ്മൾ അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒട്ടനവധി വിഷയങ്ങളുണ്ട്. ഈ നെക്സസിന്റെ ഭാഗമായി, പൊളിറ്റിക്കൽ നെക്സസിന്റെ ഭാഗമായി ഒരു കാലത്തും അഡ്രസ് ചെയ്യപ്പെടാതെ പോയിട്ടുള്ള ചില വിഷയങ്ങൾ അത് പൊതുസമൂഹത്തിലേക്ക് ഉന്നയിക്കുകയാണ്. അതിന്റെ ഒരു നയ വിശദീകരണ കരട് ഇന്നത്തെ യോഗത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പ് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് പരിപാടികൾ കാണാനും ഒബ്സർവ് ചെയ്യാനും ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ഈ മതേതര സ്വഭാവമുള്ള ഉത്തരവാദിത്തപ്പെട്ടവരോടെ ഉണ്ടാവും. സ്റ്റേജിലുണ്ടാവില്ല, അവരോട് ഉണ്ടാവും. അതാ ജനക്കൂട്ടത്തിൽ കണ്ടെത്താൻ നിങ്ങളുടെ കഴിവാണ്. അപ്പോ നിങ്ങളുടെ കഴിവാ. ആ ജനക്കൂട്ടത്തിൽ എവിടെയെങ്കിലും ഇവരൊക്കെ ഉണ്ടാവും. ഇവര് ഈ കാര്യം പരിശോധിക്കാൻ വരുന്നവരാണ്. അതിൽ അവർ മാത്രമല്ല, വേറെ പലരും ഉണ്ട്. അത് നിങ്ങൾ ഇഷ്ടംപോലെ ആളുകൾ ഇന്നുണ്ടാവുമല്ലോ. ഈ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതുമായി ബന്ധപ്പെട്ട് ഇതുമായി സഹകരിക്കാൻ ആയിരക്കണക്കിന് ആളുകളുണ്ട്. അതിന് ഒരു നെറ്റ്വർക്ക് സിസ്റ്റം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ആകെ യോഗം നടത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ കേരളത്തിലെ മറ്റുള്ള 13 ജില്ലകളിലും ഈ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പൊതുസമ്മേളനങ്ങൾ നടത്താൻ തന്നെയാണ് തീരുമാനം. നമ്മളങ്ങനെ, ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ കാര്യത്തിൽ ഒരു തിരക്കില്ല. തുടക്കം മുതലേ ഭയങ്കര തിരക്ക് കേൾക്കാം. നിങ്ങളെ തിരക്കൊണ്ടാണ് ഇപ്പോൾ ഈ ആഴ്ച തന്നെ ഈ കാര്യം പറയേണ്ടി വന്നത്. ഇത് 2-3 ആഴ്ച കൂടി കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നു. മഞ്ചേരിയിൽ നിന്നും അനുമോദ, വലിയ പ്രതീക്ഷയിലായിരുന്നു PV അൻവർ. ഇന്ന് നടക്കുന്ന യോഗത്തിൽ പലരും ഉണ്ടാകും എന്ന വലിയ ശുഭാപ്തി വിശ്വാസത്തിലായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത്. അതേസമയം PV അൻവറിനെ തള്ളിയിരിക്കുകയാണ് DMK.